പിന്നെ ലോഡ് ഷെഡിങ് ഇല്ല, നിങ്ങൾക്ക് കറണ്ട് കിട്ടാനുണ്ട് ഇഷ്ടം പോലെ. തെക്ക് കൂടംകുളം മുതൽ വടക്ക് താരാപ്പൂർ വരെ നിങ്ങൾക്ക് കണക്റ്റഡാണ്. യു ക്യാൻ ഡ്രോ വാട്ട് എവർ ഇലക്ട്രിസിറ്റി യു വാണ്ട് ബൈ പേയിങ്. അത് പലപ്പോഴും ഇലക്ട്രിസിറ്റി വില കുറഞ്ഞ സമയത്ത് വാങ്ങുക, കൂടിയ സമയത്ത് വിൽക്കുക, ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ ഡോക്ടർ ബി അശോകൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് എന്ന് പറയുമല്ല, KCB നഷ്ടത്തിലാണ്, ബട്ട് ഈ വർഷത്തെ മാത്രം കണക്കെടുത്താൽ ലാഭത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് ഈ ഒരു ടെക്നിക്കും കൂടെ എടുത്തുകൊണ്ടാണ്. അതായത് ഇലക്ട്രിസിറ്റിക്ക് വില കൂടുതലുള്ളപ്പോൾ നമുക്ക് ഈ ജലവൈദ്യുത പദ്ധതികളാണല്ലോ കൂടുതലെന്നല്ല, അത് ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് വിറ്റ് കാശ് വാങ്ങും. വില കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വെള്ളം പ്രിസർവ് ചെയ്യും, നമ്മുടെ ജനറേഷൻ കുറയ്ക്കും, എന്നിട്ട് വാങ്ങും. ഇങ്ങനെ വളരെ സൂക്ഷിച്ചും ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ശിക്ഷയായിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. അപ്പോൾ അതിന് ശേഷം വന്ന ബിജു പ്രഭാകർ ഒരുപാട് അനുഭവങ്ങളൊക്കെ എഴുതുന്നുണ്ട് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ബി അശോക് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾ, ചിലത് പ്ലെയിനായിട്ടും ചിലത് വ്യംഗ്യത്തിലും ഒക്കെ പറയുന്നൊക്കെയുണ്ട്. നമുക്ക് ലോഡ് ഷെഡിങ് ഇല്ലെങ്കിൽ അത് ഒട്ടും നമ്മുടെ മിടുക്കല്ല. വേണമെങ്കിൽ ഈ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അത് നമുക്കുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. കാരണം ഈ എടുക്കുന്ന ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും വേണ്ടേ ഓരോ വീട്ടിലേക്ക്. അപ്പോൾ അതിന് കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോർമർ വേണ്ടേ. ഇപ്പോൾ പലപ്പോഴും KCB പോയി ചാടുന്ന, KCB ഇപ്പോൾ ഇടയ്ക്ക് ഓഫ് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ. ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, ട്രാൻസ്ഫോർമറിന് കപ്പാസിറ്റി ഇല്ല. ഇവരൊരു 5 kVA ട്രാൻസ്ഫോർമർ വയ്ക്കും, നമ്മുടെ റോഡ് സൈഡിൽ വയ്ക്കുന്ന ട്രാൻസ്ഫോർമർ. അതിൽ 5 kVA ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ 5.5 വരെയൊക്കെ പോയി എന്ന് വരും. 6 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ട്രാൻസ്ഫോർമർ എന്ത് ചെയ്യാൻ, അത് ചൂടാവാൻ തുടങ്ങും. 7.5 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അതിന് തീ പിടിക്കും ചൂട് കൊണ്ട്. അപ്പോൾ ഇവർക്ക് അത്രയും ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ട്രാൻസ്ഫോർമറിൽ നിന്ന് ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നോ അവിടുത്തെ ഐസൊലേറ്റർ അങ്ങ് ഓഫാക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫോർമറിന് ആശ്വാസമായി, അവൻ്റെ ലോഡ് അവൻ 5 kVA ആണ്, പക്ഷേ ഇപ്പോൾ ലോഡ് ഒരു 3 kVA ഉള്ളൂ. ഒരു 15 മിനിറ്റ്സ് ആശ്വാസം കൊടുത്തു കഴിയുമ്പോൾ അവൻ അത്രയും തണുത്ത് കഴിയുമ്പോൾ പിന്നെയും ഓഫ് ചെയ്യും. പിന്നെയും ഇവൻ 6ലേക്ക് പോകും, ഓഫ് ചെയ്യും. പിന്നെ ഈ രണ്ടാമത് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടുള്ള ലൈനില്ല, അങ്ങോട്ടുള്ള ലൈൻ ഓഫ് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫോർമറിന് കപ്പാസിറ്റി ഇല്ല.